ജീവനും ജീവിതവും പഠന പരമ്പരയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം രക്ഷ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും എന്നതാണ്. നമുക്കറിയാം, രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ രക്ഷ എന്ന ആശയത്തെക്കുറിച്ച് പല ചിന്തകൾ ലോകത്തിലെ മതങ്ങൾക്കിടയിലുണ്ട്, പല ആളുകളുടെ ഇടയിലുമുണ്ട്. യഹൂദന്മാർക്ക് പോലും നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ആശയമായിരുന്നില്ല അവർക്കും ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ജീവിതങ്ങളെ വ്യത്യാസപ്പെടുത്തിയതും നമ്മളുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും തന്നെ ജീവിതങ്ങളെ വ്യത്യാസപ്പെടുത്തിയത് രക്ഷ എന്താണ് അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ്. അത് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു തിരിച്ചറിവിൽ ജീവിതങ്ങൾ മാറിയ ആളുകളാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർ. എന്നാൽ നമ്മൾ ഈ വിഷയത്തെ കൂടുതലായിട്ട് ആഴങ്ങളിലേക്ക് അറിയുമ്പോൾ, അതിനെ സമഗ്രമായിട്ട് അറിയാൻ ശ്രമിക്കുമ്പോൾ, അതിനേറെ മിഴിവോടെയും തെളിമയോടെയും അറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ ആസ്വാദികരവും അതുപോലെ അത് കൂടുതൽ ആഴത്തിലുള്ള ജീവിത അനുഭവവുമായി മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ്. രക്ഷയെക്കുറിച്ച് സുവിശേഷങ്ങളിൽ അത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിനെ എങ്ങനെയാണ് ലേഖനങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത്, പുതിയ നിയമത്തിൽ ഈ രക്ഷ എന്ന വിഷയത്തെ എങ്ങനെ സമഗ്രമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളോട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് പ്രിയ ഔസേപ്പച്ചൻ ഔസേപ്പച്ചനെ ഏറ്റവും സ്നേഹത്തോടെ വിഷയാവതരണത്തിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അടിസ്ഥാന പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് നമ്മൾ വെച്ചിരിക്കുന്നത്. എന്നാൽ ഒരർത്ഥത്തിൽ അത് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളതും നമ്മളൊക്കെ ഏറ്റവും ആദ്യമായും മനസ്സിലാക്കി അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുമാണ്. എന്നാൽ അത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച നമ്മൾ നടത്തുമ്പോൾ നമ്മൾ അറിയുന്ന ഈ രക്ഷയെ കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ, കുറച്ചുകൂടെ സമഗ്രമായി, കുറച്ചുകൂടെ ആഴത്തിൽ അതിനെ അറിയുവാനും അത് ആസ്വദിക്കുവാനും അത് അനുഭവിക്കുവാനുമുള്ള ഒരു അനുഗ്രഹമാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞപ്പോഴും ഒക്കെ അതാണ് നമ്മൾ ചിന്തിച്ചത്. ആ ഒരു കൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ വിഷയാവതരണത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പൊതുവെ രക്ഷിക്കപ്പെട്ട സുവിശേഷീയരായിരിക്കുന്ന, സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സഭകളിലുള്ള നമ്മളെപ്പോലുള്ള ആളുകൾക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് രക്ഷ എന്നുള്ളത്. നമ്മളോട് ആരോട് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് ഒരാളെ നമ്മൾ കണ്ടാൽ തന്നെ നമ്മൾ ആദ്യം ചോദിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രസക്തമായ കാര്യം ഈ വ്യക്തി രക്ഷിക്കപ്പെട്ട ആളാണോ എന്നാണ്. രക്ഷിക്കപ്പെട്ട ആളല്ലെങ്കിൽ ഈ വ്യക്തിയോട് രക്ഷയുടെ സുവിശേഷം പറഞ്ഞ് അദ്ദേഹം രക്ഷ പ്രാപിക്കണം, രക്ഷിക്കപ്പെടണം എന്ന ചിന്തയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും ചിന്തയിലും ഉള്ളത്. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള കൃത്യമായിരിക്കുന്ന മറുപടി രക്ഷിക്കപ്പെട്ട എല്ലാ ആളുകൾക്കും അറിയാവുന്നതും ഒരു സത്യമാണ്. എന്നാൽ ഒരു വിഷമകരമായ ഒരു മറുവശം, എന്താണ് ഈ രക്ഷ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി പലപ്പോഴും അവ്യക്തമായതും ചിലപ്പോഴൊക്കെ അപൂർണമായതും ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. രക്ഷയെ സംബന്ധിച്ചുള്ള ഒരു ദൈവവചനാനുസൃതമായ ഒരു സമഗ്രമായിരിക്കുന്ന വീക്ഷണം അത് നമ്മുടെ ക്രിസ്തീയ പരിജ്ഞാനത്തിന്റെ വളർച്ചയുടെ ഭാഗമാണ്. രക്ഷയെ സംബന്ധിച്ച് അതിന്റെ ആഴവും വിശാലതയൊന്നും വിശദമായി അറിഞ്ഞില്ലെങ്കിലും രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ ഈ രക്ഷ ഇവന് സ്വന്തമാണ്. എന്നാൽ ഈ രക്ഷയുടെ അനുഭവവും അതിൻ്റെ പ്രയോഗവുമെല്ലാം ഇതിനെ ആശ്രയിച്ചിരിക്കുന്നത്, അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ രക്ഷയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, അതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതുകൂടിയാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചൊരു ചർച്ച നമുക്ക് പ്രസക്തമാണ് എന്ന് ഞാനും വിചാരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ബൈബിളിന്റെ കേന്ദ്ര വിഷയം അത് രക്ഷയാണ് എന്നതിൽ ഒരു തർക്കമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ദൈവത്തെ തള്ളിക്കളയ വഴി മനുഷ്യവർഗത്തിന് നഷ്ടമായ ആ മഹത്വത്തിലേക്ക്, ആ നഷ്ടപ്പെട്ടു പോയതായിരിക്കുന്ന ആ തേജസ്സിലേക്ക് മനുഷ്യനെ ഉദ്ധരിക്കുവാൻ
കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവം ചെയ്ത നടപ്പിലാക്കുന്ന ആ മഹാപരിപാടിയെയാണ് രക്ഷ എന്ന വാക്കുകൊണ്ട് പൊതുവെ നമ്മൾ അർത്ഥമാക്കുന്നത്. ആ ദൈവിക പദ്ധതിയുടെ ഒരു പുരോഗമനാത്മകമായ ഒരു ചരിത്രമാണ് ബൈബിളിന്റെ പൊതു സന്ദേശം. വേറൊരു വാക്കിൽ പറഞ്ഞാൽ മനുഷ്യന്റെ വീണ്ടെടുപ്പ്, രക്ഷ എന്ന ആ ചരടിലാണ് ബൈബിളിലെ വിവരണങ്ങളെല്ലാം കോർത്തിണക്കിയിരിക്കുന്നത്. ഇപ്പൊ പഴയ നിയമ വിവരണങ്ങൾ നമ്മൾ നോക്കിയാൽ അതിൽ രക്ഷയെ പറ്റിയുള്ള ആ മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ സംബന്ധിച്ചുള്ള ആ പ്രോഗ്രാം ഒരളവിൽ നേർത്ത ഒരു ചരടായിട്ട് അതിങ്ങനെ പുരോഗമിക്കുന്നത് കാണാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിന്റെ മുഖ്യ വിവരണം രക്ഷയാണ്, മനുഷ്യന്റെ ആത്മരക്ഷയെ സംബന്ധിച്ചാണ്. ഇപ്പൊ പഴയ നിയമത്തിലെ എല്ലാ വിവരണങ്ങളും നേരിട്ട് ആത്മരക്ഷയോട് ബന്ധമുള്ളവയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ അത് ഇസ്രായേലിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രങ്ങളൊക്കെ അതില് വളരെ ചർച്ച ചെയ്തിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. എന്നാൽ ദൈവത്തിന്റെ ആ വിവരണങ്ങളിലൂടെ ഒക്കെ നോക്കിയാൽ അതിലൂടെ ദൈവത്തിന്റെ വീണ്ടെടുപ്പ്, മനുഷ്യരുടെ പരിപാടി ഒരു മർമ്മമായി, ഒരു രഹസ്യമായി അത് ക്രമാനുഗതമായി പുരോഗമിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും പഴയ നിയമത്തിൽ നമുക്ക് കാണാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ അത് ഒരു മർമ്മമായിട്ടല്ല, അത് വ്യക്തമായിരിക്കുന്ന ഒരു ചരിത്രമായിട്ടാണ് പുതിയ നിയമത്തിൽ ഇരിക്കുന്നത്. എന്താണ് രക്ഷ, എന്താണ് രക്ഷയുടെ സ്വഭാവം, ആരാണ് രക്ഷ പ്രാപിക്കുന്ന വ്യക്തികൾ, രക്ഷയുടെ മാർഗം എന്താണ്, അതിന്റെ ഫലം എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് പുതിയ നിയമ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ്. പുതിയ നിയമത്തിലെ അതുകൊണ്ട് തന്നെ ബൈബിളിലെ കേന്ദ്ര സന്ദേശം, വിഷയം രക്ഷയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. രക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ നമുക്ക് പരിചയമുണ്ടാകും. ഗ്രീക്ക് ഭാഷയിലും എബ്രായ ഭാഷയിലുമാണല്ലോ ബൈബിൾ എഴുതിയത്. പുതിയ നിയമത്തിൽ സൊറ്റേറിയ, സൊറ്റ്സോ, സൊറ്റേർ എന്നിങ്ങനെയുള്ള രക്ഷ, രക്ഷിക്കുക, രക്ഷിതാവ് എന്നിങ്ങനെയുള്ള വാക്കുകൾ അനേക തവണ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ പഴയ നിയമത്തിൽ യശ, യാഷ, വിടുതൽ, രക്ഷ, സുരക്ഷിതത്വം, രക്ഷിക്കുക എന്നിങ്ങനെയുള്ള ആ ക്രിയയും നാമപദങ്ങളും ഒക്കെ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഈ പദം ആവർത്തിച്ച് വരുന്നത് നമുക്ക് കാണാം. രക്ഷിക്കുക, രക്ഷ എന്ന വാക്കിലാണ് പൊതുവെ അതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സെക്യുലർ ആയിരിക്കുന്ന പൊതു അർത്ഥത്തിലും അത് ഉപയോഗിച്ചിട്ടുണ്ട് പല സമയത്തുമെങ്കിലും രക്ഷയെ സംബന്ധിച്ചുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാട് അതാണ് രക്ഷ എന്ന വാക്കിന് ബൈബിൾ കൊടുക്കുന്ന പൊതുവായിരിക്കുന്ന വിവക്ഷ നമുക്കറിയാം. വിടുതൽ, സുരക്ഷിതത്വം നൽകുക, ക്ഷേമം നൽകുക എന്നിങ്ങനെയുള്ള ആശയങ്ങൾ, വിശാലത വരുത്തുക എന്നിങ്ങനെയുള്ള ആശയങ്ങളൊക്കെയാണ് ഈ വാക്കിന് ഉള്ളത്. എന്നാൽ വാക്കിന്റെ മൂലാർത്ഥത്തെക്കാളും അതിന്റെ പ്രയോഗത്തിലുള്ള അർത്ഥമാണല്ലോ ബൈബിളിലെ രക്ഷയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പൊ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്തിന്, അതായത് ദൈവപുത്രൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം തന്നെ ബൈബിൾ വ്യക്തമായി പറയുന്നത് രക്ഷിക്കുവാനായിട്ട് വന്നു എന്നാണ്. അതായത് കർത്താവ് വന്നത് ഈ ലോകത്തെ ഒരു മെച്ചപ്പെട്ട ഒരു വാസസ്ഥലമാക്കി തീർക്കാനോ, ഈ ലോകത്തിലുള്ള രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനോ അതിനായിട്ടല്ല കർത്താവ് വന്നത്. ക്രിസ്തു വന്നത് മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശവും ഈ ലോകത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക രംഗങ്ങളെ സ്വാധീനിച്ചിട്ടില്ലെന്നോ എന്നല്ല അതിന്റെ അർത്ഥം. അത് അത്യന്തം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണെങ്കിലും കർത്താവിന്റെ വരവിന്റെ ലക്ഷ്യം മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനാണ്. ദാവീദിന്റെ പട്ടണത്തിൽ ഒരു രക്ഷിതാവ് പിറന്നിരിക്കുന്നു എന്നാണ് കർത്താവിന്റെ ജനനത്തെ സംബന്ധിച്ചുള്ള ആ ആദ്യത്തെ പ്രസ്താവന. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 21 അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന പേരിടണം. ആ പേര് തന്നെ രക്ഷിക്കുവാനിരിക്കുന്നവൻ, രക്ഷിക്കുവാൻ വന്നവൻ എന്ന ആശയത്തിലാണ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായിരിക്കുന്ന വചനം. കർത്താവ് എന്തിന് ലോകത്തിൽ വന്നു? മനുഷ്യരെ രക്ഷിക്കുവാനായിട്ട് വന്നു. കർത്താവിന്റെ പ്രസംഗം നമ്മൾ നോക്കിയാലും ആ പ്രസംഗത്തിന്റെ വിഷയവും മനുഷ്യന്റെ രക്ഷ എന്ന വിഷയമായിരുന്നു. കർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർക്കുക. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യങ്ങളിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പം തിന്ന് തൃപ്തരായ ജനങ്ങൾ ക്രിസ്തുവിനെ അന്വേഷിച്ചു വന്ന് അവര് അന്വേഷിച്ച് പിന്നാലെ വന്നപ്പോൾ കർത്താവ് അവർക്ക് ഒരു വാണിംഗ് ആയിട്ടും ഒരു മുന്നറിയിപ്പായിട്ടും നൽകി, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ അധ്വാനിപ്പിൻ. അതായത് മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത് ഈ ലോകത്തിന്റെ നശ്വരമായിരിക്കുന്ന നന്മകളും സമൃദ്ധിയും ഐശ്വര്യങ്ങളും നൽകുക എന്ന ഉദ്ദേശത്തിനായിട്ടല്ല. അതിനായിട്ടല്ല ദൈവപുത്രൻ ഒരു മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചത്. കർത്താവിനോട് പറഞ്ഞു, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ അധ്വാനിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം മനുഷ്യരെ രക്ഷിക്കുക എന്നതായിരുന്നു. അപ്പോസ്തലന്മാരുടെ ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിതവും അവരുടെ ശുശ്രൂഷയും അവരുടെ പ്രസംഗവും എല്ലാം നോക്കിയാൽ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അവരുടെ ജീവിത ദൗത്യം എന്തായിരുന്നു? രക്ഷയുടെ സുവിശേഷം അറിയിക്കുക. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, ക്രിസ്തു പ്രസംഗിച്ചതായിരിക്കുന്ന ആ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം ലോകത്തിന്റെ അതിരുകളോളം എത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്ത കാര്യം. യോഹന്നാന്റെ സുവിശേഷ ലേഖനം 4-ാം അധ്യായത്തില് യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. അതായത് യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവായിട്ട് പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് എന്നതാണ് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ മനസ്സിലാക്കിയതും. അതിന്റെ സാക്ഷികളാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് അവർ പ്രസംഗിച്ചത്, മറ്റൊരുത്തരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമേ ഉള്ളൂ, ഏക രക്ഷിതാവേ ഉള്ളൂ എന്ന് അവർ പ്രസംഗിച്ചത്. പൗലോസ് അപ്പോസ്തലൻ തന്റെ ശുശ്രൂഷയെ പറ്റി പറഞ്ഞപ്പോൾ യഹൂദന്മാരെ പറ്റി പറയുമ്പോൾ ഒരു പ്രസ്താവന ഇങ്ങനെ പറയുന്നുണ്ട്, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള എന്റെ യാചനയും ആകുന്നു. അതായത് സുവിശേഷത്തിന്റെ ദൗത്യം അപ്പോസ്തലന്മാരാൽ ആരംഭം കുറിച്ച് ദൈവം സഭയെ ഭരമേൽപ്പിച്ചതായിരിക്കുന്ന സുവിശേഷ ദൗത്യം ഈ ലോകത്തിന്റെ അഭിവൃദ്ധിയും പുരോഗതിക്കും വലിയൊരളവോളം മുഖ്യ പ്രേരകമായി എന്നത് നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. സുവിശേഷം എത്തിയിടത്തെല്ലാം നാനാവിധമായിരിക്കുന്ന പുരോഗതികൾ, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, മനുഷ്യത്വപരമായ രംഗങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും സുവിശേഷത്തിന്റെ ലക്ഷ്യം മനുഷ്യരെ രക്ഷിക്കുക എന്നതാണ്. അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ വായിച്ചാൽ ഈ ലേഖനങ്ങളിൽ ആണ് ഈ ക്രിസ്തുവ് ലഭിക്കുന്ന രക്ഷയെ സംബന്ധിച്ചുള്ള, അതിന് എന്താണ് ഈ രക്ഷ എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായിരിക്കുന്ന വിവരണങ്ങൾ നമ്മൾ വായിക്കുന്നത്. എന്താണ് രക്ഷയുടെ ആവശ്യം, എന്താണ് രക്ഷയുടെ മാർഗം, എന്താണ് രക്ഷയുടെ മുഖാന്തരം, എന്താണ് രക്ഷ വഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണ് എന്നെല്ലാം വിശദമാക്കുന്നതാണ് അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ. സത്യത്തിൽ അതാണ് അവർ പ്രസംഗിച്ചത്. അവർ പ്രസംഗിച്ചതായിരിക്കുന്ന സന്ദേശം തന്നെയാണ് ആവശ്യാനുസരണം അവർ ലേഖനങ്ങളായിട്ട്, കത്തുകളായിട്ട് ഓരോരോ സഭകൾക്ക് എഴുതിയതും അത് സഭയുടെ ആത്മീയ വിജ്ഞാനത്തിന്റെ ശേഖരമായിട്ട് ഇത് നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്നതും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ രക്ഷാപരിപാടിയുടെ ആത്യന്തികമായിരിക്കുന്ന പൂർത്തീകരണത്തിന്റെ അതിശയകരമായിരിക്കുന്ന, ഒരളവിൽ ഭയാനകവും അതേസമയം അത്ഭുതാവഹവുമായിരിക്കുന്ന ആ പൂർത്തീകരണമാണ് വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നത്. ചുരുക്കത്തിൽ പഴയ നിയമത്തിൽ മർമ്മമായിരുന്ന ദൈവത്തിന്റെ രക്ഷാപരിപാടി ഏറ്റവും വ്യക്തമായിട്ട് വെളിപ്പെടുന്നതാണ് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും. അതുകൊണ്ട് സുവിശേഷവും ലേഖനവും അപ്പോസ്തലന്മാർക്ക് അത് വെളിപ്പെട്ടത് പത്രോസിന്റെ ലേഖനത്തിൽ നാം അത് ഇങ്ങനെ വായിക്കുന്നുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, 1-ാം ലേഖനം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ, 11 മുതലുള്ള 10 മുതലുള്ള വാക്യങ്ങളിൽ, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അതായത് പഴയ നിയമത്തിൽ പ്രവചിച്ചതായിരിക്കുന്ന പ്രവാചകന്മാർ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്ന വിഷയം എന്താണ്? ഈ രക്ഷയെ, അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്ര ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ രക്ഷ പഴയ നിയമ പ്രവാചകന്മാർ ആരാഞ്ഞന്വേഷിച്ചതാണ്. അവർക്ക് മർമ്മമായി ലഭിച്ചതായിരിക്കുന്ന വെളിപ്പാടുകളാണ്. എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് എപ്പോഴാണ് വെളിപ്പെട്ടത്? അത് എന്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, സ്വർഗത്തിൽ വെച്ച പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തുവെന്ന്.
ആ മഹാസത്യ, ഈ രക്ഷയുടെ ആ അത്ഭുതം, ആ മഹത്വം സ്വർഗത്തിലെ ദൈവദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നതാണ് എന്ന് അവിടെ പറഞ്ഞത്. അപ്പൊ രക്ഷ ബൈബിളിന്റെ കേന്ദ്ര വിഷയമാണ്. ആ രക്ഷയാണ് ക്രിസ്തുയേശു സാധ്യമാക്കി തീർത്ത ആ കൃപയാലുള്ള ആ രക്ഷയാണ് നമ്മൾ അനുഭവിക്കുന്നതായിരിക്കുന്ന രക്ഷ. എന്നാൽ വളരെ പ്രസക്തമായി നാം ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ രക്ഷ അഥവാ രക്ഷിക്കപ്പെടുക അഥവാ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരർത്ഥത്തിൽ നമ്മുടെ ക്രിസ്തീയതയുടെ ആരംഭം തന്നെ ഈ രക്ഷയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഇപ്പൊ സാധാരണ ഇവാഞ്ചലിക്കൽ കൂട്ടങ്ങളിലുള്ള ആളുകളാണ് രക്ഷിക്കപ്പെടുക എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാറുള്ളൂ. അല്ലാത്ത പല സഭാവിഭാഗങ്ങളിലും രക്ഷിക്കപ്പെട്ട ആളാണോ എന്ന് ചോദിച്ചാൽ അതൊരു അപരിചിതമായിരിക്കുന്ന വാക്കുപോലെയാണ് പൊതുവെ അവർക്ക് അനുഭവപ്പെടുക. ആ വാക്കിനെ അവരങ്ങനെ ശ്രദ്ധിക്കാറ് പോലുമില്ല, അതിന്റെ അർത്ഥം അവർക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വാക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു പഴയ സുഹൃത്തിനോട് ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാനിടയായി. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം, എടോ ഈ സഭകളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, ബൈബിളിലുള്ള കാര്യമല്ലല്ലോ അവരൊക്കെ പറയുന്നത്. രൂപങ്ങളെ ഉണ്ടാക്കുന്നു, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെ അവർ ചെയ്യുന്നത്, ഇത് മുഴുവൻ തെറ്റാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന്റെ കൺസേൺസ് പല കാര്യങ്ങളും തെറ്റാണ്. സത്യത്തിൽ അതൊരു നല്ലൊരു തുടക്കമാണ്. നമുക്കറിയാം പലതും തെറ്റാണെന്ന് പറയുന്നത് വഴി ബൈബിളിൽ സത്യം അറിയുന്നില്ലോ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരു കാര്യം ഇതാണ്, അതിപ്രധാനമായിരിക്കുന്ന ഒരു കാര്യം, അത് തെറ്റായിരിക്കും, അതൊക്കെ നമുക്ക് പറയോ പറയാതിരിക്കോ, വിമർശിക്കാതിരിക്കോ ഒക്കെ ചെയ്യാം. എന്നാൽ നാം അറിയേണ്ട ഒരു കാര്യം, എന്താണ് ബൈബിൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ശരി എന്താണ്, സത്യം എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഫിലിപ്പിയിലെ ജയിലർ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനോട് സീലാസിനോട് ചോദിച്ചതായിരിക്കുന്ന ആ പാതിരാത്രിയിൽ ചോദിച്ചതായിരിക്കുന്ന ചോദ്യം നമുക്കറിയാമല്ലോ. സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷ എങ്ങനെ ലഭിക്കും? ഈ ചോദ്യവും അതിന്റെ അന്വേഷണവുമാണ് നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നയിച്ചത്, സുവിശേഷ സത്യങ്ങളിലേക്ക് നയിച്ചത് നമുക്കറിയാം. എന്നാൽ ഫിലിപ്പിയിലെ ജയിലർ അത് ചോദിക്കുമ്പോൾ ആ രക്ഷ എന്ന വാക്കുകൊണ്ട് അദ്ദേഹം എന്താണ് അർത്ഥമാക്കിയത്? അല്ലെങ്കിൽ ഇന്നും ബൈബിളില് കൃപയാലത്രേ വിശ്വാസം പോലെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? മറ്റൊരുത്തിൽ രക്ഷയില്ല എന്ന് പറയുമ്പോൾ ആ രക്ഷ എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വശത്ത് അത് വളരെ ലളിതമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. രക്ഷയെ സംബന്ധിച്ച് അറിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് രക്ഷ എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് പറയാൻ നമുക്കറിയാം. എന്നാൽ അതിന്റെ മറുവശത്ത് അത്യന്തം ആഴവും ഗഹനതയുമുള്ള ഒരു വിശാലതയുള്ള ഒരു സത്യവുമാണ് ഈ രക്ഷ. ഇപ്പൊ ലളിതമായ വിശദീകരണം അത് വളരെ ആവശ്യവുമാണ്. സാധാരണ ഒരാൾ രക്ഷയെപ്പറ്റി നമ്മളൊരാളുടെ സുവിശേഷം പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കാം? പല രീതിയിൽ അവതരിപ്പിക്കാം. എന്നാൽ ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന സുവിശേഷത്തിന്റെ അവതരണ രീതി ഏതാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മളൊരാളെ കണ്ടാൽ ഇങ്ങനെ ചോദിക്കും, അല്ല ഈ ലോക ജീവിതമൊക്കെ കുറച്ചു കാലത്തേക്കുള്ളേ ഉള്ളൂ, പിന്നെ മരിക്കുമല്ലോ, മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ? അപ്പൊ അതിനുള്ള പ്രതികരണത്തിനനുസരിച്ചായിരിക്കും നമ്മൾ അദ്ദേഹത്തോട് സ്വർഗത്തിൽ പോകാത്തതിന്റെ കാരണം എന്താണ്, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് കഴിയുമെന്ന് ഉറപ്പ് പ്രാപിക്കാനായിട്ട് കഴിയും. എത്ര ലളിതവും അതേസമയം എത്ര വ്യക്തവുമായിരിക്കുന്ന ഒരു സുവിശേഷ പ്രസന്റേഷനാണ് അത്. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം സുവിശേഷം അറിയിക്കാൻ ഏറ്റവും ഉപയോഗിച്ചിരിക്കുന്ന രീതി അതായിരിക്കും. ഇപ്പൊ എന്നോട് തന്നെ ഒരിക്കലും ഒരു സഹോദരൻ വന്ന് ഒരു വ്യക്തി വന്ന് ചോദിച്ചാൽ ഇന്ന് ഓർക്കുന്നുണ്ട്. എന്റെ അടുക്കൽ വന്ന് എന്നോട് ചോദിച്ചു, എന്തിനാ ഇതിനെ അന്വേഷിച്ച് വന്നതെന്ന് ചോദിച്ചു. പുതിയൊരാളാ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ അടുത്തിരുന്നിട്ട് പറയുകയാണ്, എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം അറിയാൻ വന്നതാണ്, ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് എങ്ങനെ ഉറപ്പാക്കാനായിട്ട് കഴിയും? എന്തൊരു ചോദ്യമാണ് ആ ചോദ്യം! എത്ര മനോഹരമായിരിക്കുന്ന ഒരു ചോദ്യം! സുവിശേഷം പറയാൻ ഇത്ര മനോഹരമായ ചോദ്യം വേറെയില്ല. ഞാൻ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തി, അമേരിക്കയിൽ നിന്ന് വന്ന ഒരു വ്യക്തി സുവിശേഷവൽക്കരണത്തെ പറ്റി ക്ലാസ് എടുത്തുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു മെത്തഡോളജി ഉണ്ട്. അദ്ദേഹം സുവിശേഷം പറയാനായിട്ട് ഉപയോഗിക്കുന്ന ആദ്യത്തെ വാക്ക്
ലാറി മോയർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് ഉപയോഗിക്കുന്ന ആ ഒരു ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹാസ് എനിവൺ എവർ ഓപ്പൺഡ് എ ബൈബിൾ ആൻഡ് ഷോഡ് യു ഹൗ യു ക്യാൻ ഗോ ടു ഹെവൻ? ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു ബൈബിൾ തുറന്ന് നിങ്ങൾക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങളോട് കാണിച്ചു തന്നിട്ടുണ്ടോ എന്ന ചോദ്യം. ആ ചോദ്യം ആദ്യം ചോദിക്കാം. പിന്നെ അതിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് സുവിശേഷം പറയാം. ഏത് തരം പ്രതികരണം വന്നാലും അത് സുവിശേഷത്തിലേക്ക് നയിക്കാനായിട്ട് കഴിയും. സത്യത്തിൽ വളരെ സിമ്പിൾ ആയിരിക്കുന്ന ഒരു രക്ഷാമാർഗമാണ്, ലളിതവുമാണ്, സാധാരണ ആളുകൾക്കെല്ലാം ആവശ്യമായിരിക്കുന്ന അനേക രക്ഷയിലേക്ക് നടത്തിയ മാർഗവുമാണ്. എന്നാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രശ്നം അതിന്റെ ഓവർ സിംപ്ലിഫിക്കേഷൻ ആണ്. എന്നും മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നതാണ് രക്ഷ, മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നതാണ് രക്ഷ എന്ന് പറഞ്ഞ ആ തലത്തിൽ മാത്രം നിന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ ഗൗരവമായിരിക്കും. ഇവിടെ എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല, ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, മരിച്ചു കഴിയുമ്പോൾ പോകുന്ന സ്ഥലം നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ് രക്ഷ എന്ന തലത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മാനസാന്തരം, വിശുദ്ധ ജീവിതം, വചന പഠനം, സൽപ്രവൃത്തികൾ, പ്രാർത്ഥന, ദൈവബന്ധം, ക്രിസ്തീയ ദൗത്യങ്ങൾ, ക്രിസ്തീയ ശുശ്രൂഷകൾ, സൽസ്വഭാവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും നേരിട്ട് അതിന് ബന്ധമില്ലെങ്കിലും, അതിനെ അത് സ്വാധീനിച്ചില്ലെങ്കിലും മരിച്ചാൽ സ്വർഗത്തിൽ പോകാനുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന തരത്തിൽ അതിനെ ലളിതവൽക്കരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഏത് വിധേനയാണെങ്കിലും, ഏത് മോഡലിലൂടെയാണ് സുവിശേഷം പരിചയപ്പെട്ട് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചതെങ്കിലും, താൻ സ്വന്തമാക്കിയിരിക്കുന്ന രക്ഷയുടെ വിശാലത, അതിന്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതിന്റെ ആഴം എന്താണ്, അതിലടങ്ങിയിരിക്കുന്ന അത്യന്തം ഗൗരവവും സമഗ്രവുമായിരിക്കുന്ന ആശയങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. റോമാലേഖനമാണ് ഒരുപക്ഷെ ബൈബിളിലെ പുതിയ നിയമത്തിലെ ഏറ്റവും ഗഹനമായിരിക്കുന്ന ഗൗരവമായിരിക്കുന്ന ലേഖനം എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ഈ ലേഖനത്തിന്റെ വിഷയം എന്താണ്? സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യവനനും യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. വിശ്വാസത്താൽ പ്രാപിക്കുന്നതായിരിക്കുന്ന രക്ഷയെപ്പറ്റി, ആ ദൈവശക്തിയായ രക്ഷയെപ്പറ്റി പൗലോസ് പിന്നെ തുടർന്നത്തെ ആളുകളിൽ വിശദമാക്കിയാണ് ചെയ്യുന്നത്. വളരെ ഗഹനമായ ലേഖനം. വിഷയം എന്താ? രക്ഷ. അതുകൊണ്ട് രക്ഷയെ സംബന്ധിച്ച് ഒരുപക്ഷെ രക്ഷിക്കപ്പെടുന്ന എങ്ങനെയെന്ന് അറിയാമെങ്കിലും രക്ഷ എന്താണെന്ന കാര്യത്തിൽ അവ്യക്തതകൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. നമുക്ക് രക്ഷയെ സംബന്ധിച്ച്, നമ്മുടെ രക്ഷാപരിജ്ഞാനം, രക്ഷയെ സംബന്ധിച്ചുള്ള നാം അനുഭവിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനം കൂടുതൽ ആഴവും പരപ്പുമുള്ളതാക്കിയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ തന്നെ കുലീനത്വവും അതിന്റെ മഹത്വവുമാണ് വർദ്ധിക്കുന്നത്. രക്ഷയെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് സ്വർഗത്തിൽ പോകുക എന്നുള്ളൊരു മാർഗം മാത്രമല്ല, വേറെയും രീതിയിൽ സുവിശേഷം പറയാറുണ്ടല്ലോ. ഉദാഹരണത്തിന്, ഒരു ദൈവ പൈതലാകാൻ എങ്ങനെ കഴിയും? ഒരു പുസ്തകം വായിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, അതിന് ഹെഡിങ് തന്നെ ദൈവം എന്റെ പിതാവായപ്പോൾ എന്നാണ്. ദൈവം എനിക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു പണ്ട്, പക്ഷെ ഈ ദൈവം എന്റെ പിതാവാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതെങ്ങനെയാ ആ വഴി ഇത് തന്നെ വഴി. പാവമുള്ളപ്പോ പേടി സ്വപ്നമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു പാപക്ഷമ ലഭിച്ചപ്പോൾ എന്റെ പാപത്തിന് ക്ഷമയായി. ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൽ ഞാൻ ദൈവത്തിന്റെ പുത്രനായി, ദൈവത്തിന്റെ പുത്രിയായിട്ട് തീർന്നു. സുവിശേഷത്തിന്റെ വഴിയല്ലേ? വേറൊരു വഴി, പാപമോചനം എങ്ങനെ ലഭിക്കും? സുവിശേഷം പറയുന്ന വേറൊരു മോഡലാണ് പാപത്തിന്റെ മോചനം. പാപമോചനം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷ എന്നുള്ള മോചനം മാത്രമല്ല, പാപമെന്ന ആ യാഥാർത്ഥ്യത്തിൽ നിന്നും എങ്ങനെ ഒരാൾക്ക് മോചനം പ്രാപിക്കാനായിട്ട് കഴിയും? അത് ക്രിസ്തു തരുന്ന വഴി. അതല്ലേ രക്ഷാമാർഗം. അതെങ്ങനെ പ്രാപിക്കാം? അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, യഥാർത്ഥ സ്വാതന്ത്ര്യം എങ്ങനെ പ്രാപിക്കാം? എന്താണ് അടിമപ്പെടുത്തുന്നത്? എന്താണ് സ്വാതന്ത്ര്യം? ആരാണ് ഈ സ്വാതന്ത്ര്യം തരുന്നത്? സുവിശേഷത്തിന്റെ വഴി. യഥാർത്ഥ സമാധാനം എങ്ങനെ പ്രാപിക്കാം? യഥാർത്ഥ സന്തോഷം എങ്ങനെ പ്രാപിക്കാം? പല രീതിയിൽ സുവിശേഷം പറയാനായിട്ടും ഇതൊക്കെ സുവിശേഷ സത്യത്തിന്റെ രക്ഷയുടെ വിവിധ ഭാവങ്ങളും വിവിധ തലങ്ങളുമാണ്. ഇപ്പൊ സുവിശേഷം പറയാൻ ഒരു മോഡൽ മാത്രമല്ല, ഉള്ള പല മോഡലും ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ പുതിയ നിയമത്തിൽ രക്ഷയെ വിശദമാക്കാൻ ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്ന ആ പദപ്രയോഗം നിത്യജീവൻ പ്രാപിക്കുക എന്ന ഒരു പദമാണ്. നിത്യജീവൻ പ്രാപിക്കുക. നമ്മുടെ കർത്താവ് തന്നെ അത് ആവർത്തിച്ച് ഉപയോഗിച്ചതറിയാം. അപ്പോസ്തലന്മാർ അത് ജീവൻ എന്ന വാക്കാണ് രക്ഷയുടെ പര്യായം എന്ന പോലെ അപ്പോസ്തലന്മാരും കർത്താവും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് രക്ഷ എന്ന് പുതിയ നിയമത്തിൽ പറയുമ്പോൾ ദൈവത്തെ തള്ളിക്കളഞ്ഞത് വഴി പാപത്തിലേക്കും മരണത്തിലേക്കും വീണുപോയ മനുഷ്യവർഗത്തെ അതിൽ നിന്ന് വിടുവിച്ച് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന ജീവനിൽ
പങ്കാളിത്തം, എന്നേക്കും പങ്കാളിത്തം നൽകുന്ന ദൈവത്തിന്റെ കൃപാപരിപാടിയാണ് ആത്മരക്ഷ. ദൈവത്തെ തള്ളിക്കളഞ്ഞത് വഴി പാപത്തിലും മരണത്തിലും നിത്യമരണത്തിലും അകപ്പെട്ടു പോയ മനുഷ്യൻ, ആ മനുഷ്യനെ അവിടെ നിന്ന് വിടുവിച്ച് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന ജീവിതത്തിൽ എന്നേക്കുമുള്ള പങ്കാളിത്തം നൽകുന്ന ദൈവത്തിന്റെ മഹത്തായ കൃപാപരിപാടിയാണ് രക്ഷ. അതായത് മരണം, രക്ഷ, ജീവൻ, മരണത്തിൽ നിന്ന് ജീവങ്കിലേക്കുള്ള ഒരു ട്രാൻസ്ഫർ, ഒരു മാറ്റം, ഒരു രൂപാന്തരം, ഒരു മാറലാണ് രക്ഷ. യോഹന്നാന്റെ സുവിശേഷം 5:24 കർത്താവ് പറഞ്ഞു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള കടക്കൽ, അതാണ് രക്ഷ. അതാണ് കർത്താവ് പറഞ്ഞത്. പൗലോസപ്പത്തുള്ള റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിന്റെ പരിണതഫലമായ മരണം, നിത്യമരണം, ദൈവത്തിന്റെ കൃപാവരം കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിത്യമായ ജീവിതം. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മനുഷ്യൻ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന മനുഷ്യൻ, മരണത്തെ ജീവിച്ച മനുഷ്യൻ, മരണത്തിൽ നിന്ന് മരണത്തിലേക്ക്, നിത്യമരണത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ ജീവനിലേക്ക്, അതിന്റെ വളർച്ചയിലേക്ക്, അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ കൃപാപരിപാടി, ക്രിസ്തുയേശുവിലുള്ള കൃപാപരിപാടി, അതാണ് രക്ഷ. അപ്പൊ രക്ഷ എന്ന് പറഞ്ഞാൽ അത് ജീവനാണ്. റോമാലേഖനത്തിൽ പറയുന്ന വാക്ക് തന്നെ കേന്ദ്രമായിട്ട് പറഞ്ഞാൽ രക്ഷ അത് ജീവനാണ്. ആ ജീവൻ നിത്യജീവനാണ്. ആ നിത്യജീവൻ കർത്താവായ യേശുക്രിസ്തുവിൽ ലഭിക്കുന്ന നിത്യജീവനാണ്. അപ്പൊ രക്ഷയെ ജീവൻ എന്ന ആ ആശയത്തിൽ മനസ്സിലാക്കുന്നത് വളരെ സമഗ്രമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് തരും. ബൈബിളിൽ ഏറ്റവും ഊന്നൽ കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുമാണ് അത്. ജീവൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ജീവൻ എന്ന വാക്കിന് ലൈഫ് എന്ന് പറയും. എന്നാൽ ജീവിതം എന്ന വാക്കിന് ലൈഫ് എന്ന് തന്നെ അവിടെ ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ നമുക്കുള്ളൊരു അനുഗ്രഹം, ജീവൻ എന്ന വാക്കുകൊണ്ട് ആ ജീവൻ പ്രവർത്തന നിരതമാകുന്നപ്പോൾ അതിനെ ജീവിതം എന്ന് നമ്മൾ പറയും. ജീവൻ ഉള്ളവർക്കാണ് ജീവിതം ഉള്ളത്. ഇപ്പൊ ജീവൻ ആ ജീവിപ്പിക്കുന്ന പ്രിൻസിപ്പിളാണ്. ആ പ്രിൻസിപ്പിൾ ഉള്ളവരിൽ ജീവിതം ഉണ്ടാവും. ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളും, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചേർന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരർത്ഥത്തിൽ ജീവനിലേക്ക് കടന്നു എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു എന്നാണ്. ജീവിതത്തിലേക്കാണ് അവർ കടന്നത്, അല്ലെങ്കിൽ അവർ മരണത്തിലായിരുന്നു. നിത്യജീവനിലേക്ക് കടന്നു എന്ന് പറഞ്ഞാൽ നിത്യമായ ജീവിതത്തിലേക്കാണ് അവർ കടന്നിരിക്കുന്നത്. ഈ നിത്യമായ ജീവിതം യേശുക്രിസ്തുവിൽ ലഭിക്കുന്ന ജീവിതമാണ്. ജീവൻ എന്ന വാക്ക് എത്ര പ്രധാനപ്പെട്ട ഒരു വാക്കാണെന്ന് അറിയുമോ? സത്യത്തിൽ ഈ ഭൂമിയിലേക്ക് നമുക്ക് ചുറ്റും നോക്കിയേ. ഈ ഭൂമിയെ ഇത്ര മനോഹരമായിരിക്കുന്ന ഒരു വാസസ്ഥലമാക്കി തീർന്നതിന്റെ അടിസ്ഥാനം എന്താ? ഇവിടെ ജീവനുണ്ട് എന്ന കാര്യമാണ്. ഈ ഭൂമിയിലുള്ള ജീവവർഗങ്ങളെ മനുഷ്യനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തവണ്ണം അധികമാണ്. അതായത് ഭൂമിയെ പറ്റി ചിന്തിച്ചാല്, ഈ ഭൂമിയുടെ പ്രതലത്തില് വെള്ളം ഉണ്ടല്ലോ. ഈ വെള്ളം ഏകദേശം 2-3 കിലോമീറ്റർ ആഴത്തിൽ സമുദ്രത്തിൽ വെള്ളമുണ്ട്. ഈ വെള്ളത്തിന് ജീവനുണ്ട്, ജീവികളുണ്ട്. പിന്നീട് ഈ വെള്ളത്തിന് മുകളിൽ അന്തരീക്ഷമുണ്ട്. അന്തരീക്ഷത്തിന് മുഴുവൻ ജീവനില്ല. അതിന്റെ താഴെ തന്നെ 10-20 കിലോമീറ്റർ ഉള്ള ടോപ്പോസ്ഫിയർ എന്ന് പറയുന്നതായിരിക്കുന്ന ആ അന്തരീക്ഷത്തിന്റെ ആ തലത്തിലാണ് ജീവവർഗങ്ങളൊക്കെ ജീവിക്കുന്നത്. ഏകദേശം 4 ലക്ഷത്തോളം സസ്യങ്ങൾ, 4 ലക്ഷം തരം സസ്യങ്ങളും 87 ലക്ഷത്തോളം തരം ജന്തുക്കളും മറ്റ് കോൺഷ്യസ് ലൈഫ് ജീവജന്തുക്കളും പിന്നെ വ്യക്തിത്വമുള്ള മനുഷ്യനും, അങ്ങനെ ഈ എല്ലാ തരത്തിലുമുള്ള ജീവൻ എത്രയായിരിക്കും? കോടാനുകോടി.
ജീവരൂപങ്ങൾ ഈ പ്രപഞ്ചത്തില് അധിവസിക്കുന്നുണ്ട്. ഭൂമിയിലെ ഈ ജീവൻ നിലനിൽക്കുന്ന ഈ പ്രതലത്തെ പറ്റി പറയുന്നത് ഏതാണ്ട് 20-23 കിലോമീറ്റർ ഉള്ള ഒരു കടലിലെ വെള്ളവും അന്തരീക്ഷത്തിലെ ഈ താഴ്ന്ന പടിയും ചേർന്നുള്ള ഭാഗമാണ്. അത് ഒരു 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 ബോൾ, ഒരു ഫുട്ബോൾ നമ്മൾ എടുത്താല് അതിന്റെ മേലെ ഒരു പെയിന്റ് അടിച്ചാല് ആ പെയിന്റിന് എത്ര കനമുണ്ടോ അത്രേ ഉള്ളൂ ഈ ഭൂമിയെ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ മേലെ ഉള്ളതായിരിക്കുന്ന ഈ ജീവൻ നിലനിൽക്കുന്നതായിരിക്കുന്ന ഈ അന്തരീക്ഷവും വെള്ളവും കൂടി ചേർന്നത്. അവിടെയാണ് കോടാനുകോടി ജീവികള് വസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററി, ശാസ്ത്രത്തിന് മുമ്പിലുള്ള ഏറ്റവും വലുതായിരിക്കുന്ന ദുരൂഹതയും ഈ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന കാര്യമാണ്. ഈ ജീവനാണ് ഭൂമിയെ ഒരു വാസഗ്രഹമാക്കി തീർക്കും. നമുക്കറിയാം, ഈ ജീവൻ അങ്ങ് പോയാലോ, ചന്ദ്രനും ചൊവ്വയിലൊക്കെ പോയിട്ട് നോക്കിയിട്ട് ആളുകൾ കാണുന്നത് എന്താ? വെറും കല്ലും മണ്ണും അല്ലേ? കഴിഞ്ഞ ദിവസം ചൈനക്കാരുടെ ഒരു പേടകം ഇവിടുന്ന് കുറച്ച് മണ്ണുമായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് ഭൂമി അങ്ങനെ ആകാമായിരുന്നു. ഭൂമിയെ ത്രസിപ്പിക്കുന്ന ആ ചൈതന്യം ഏതാണ്? ജീവൻ. അപ്പൊ ജീവൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും, ഞാനും ഇത് പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതം എടുത്താലും ജീവൻ ഉള്ളത് കൊണ്ടല്ലേ എല്ലാം നടക്കുന്നേ. ജീവൻ പോയാൽ പിന്നെ ഒന്നുമില്ലല്ലോ. നമ്മുടെ എല്ലാ നേട്ടങ്ങളും, കർത്താവ് തന്നെ പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ജീവൻ നഷ്ടമായാൽ എന്ത് പ്രയോജനം? ജീവൻ അതുണ്ടെങ്കിലേ ബാക്കിയെല്ലാം അർത്ഥവത്താകുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു പിടി മൂലകങ്ങളായിട്ട് കല്ലും മണ്ണും പോലെ നമ്മൾ അവശേഷിക്കും. അപ്പൊ ജീവൻ ആണ് നമ്മൾക്ക് എന്തെങ്കിലും അർത്ഥവും മൂല്യവും ലക്ഷ്യവും ആഗ്രഹവും സന്തോഷവും സമാധാനവും എല്ലാം തരുന്നത് നമുക്ക് ജീവനുണ്ട് എന്നുള്ള കാര്യമാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനം ജീവനാണ്. ഈ ജീവൻ തന്നെ സസ്യജീവനുണ്ട്, ജന്തുജീവനുണ്ട്, ഏറ്റവും ഉപരിയായിട്ട് പേഴ്സണൽ ലൈഫ്, വ്യക്തി ജീവിതങ്ങളും ഉണ്ട്. അതാണ് മനുഷ്യന് നമുക്കറിയാം. എന്നാൽ ജീവന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ജീവന്റെ ഏറ്റവും വലിയ വെല്ലുവിളി മരണമാണ്. നമുക്കറിയാം, മരണം. റോമാലേഖനം 6:21 പറഞ്ഞതുപോലെ പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. അപ്പൊ ഈ ജീവന്റെ മേൽ മരണമെന്ന വിപത്ത് വന്നു ചേർന്നു. ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്ന ചരിത്രം അതാണ്. ദൈവം സൃഷ്ടിച്ച ഈ ജീവനുള്ള ഈ ലോകത്തിലേക്ക് മരണം കടന്നു വരികയാണ്. നീ മരിക്കും, പാപം ചെയ്ത നാളിൽ നീ മരിക്കും, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക്, ഈ മൂലകങ്ങളിലേക്ക് നീ മടങ്ങിച്ചേരും. ആദാമിന്റെ വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യവർഗത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ആ ശാപം, അതാണ് മരണം. ഈ ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളും രോഗങ്ങളും കഷ്ടതകളും എല്ലാം മരണത്തിന്റെ വിവിധ മാർഗങ്ങൾ മാത്രമാണ്. അവസാനം ഇത് എങ്ങോട്ട് കൊണ്ടുപോകും? മരണത്തിലേക്ക് നയിക്കും. അതായത് ഈ ലോകത്തിന്റെ തന്നെ ഒരു ഡിഫോൾട്ട് പൊസിഷൻ മരണമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ മരണനിഴലിന്റെ ഒരു താഴ്വരയാണിത്. എല്ലാ ജീവരൂപങ്ങളും മാത്രമല്ല, എല്ലാ സസ്യങ്ങളും മാത്രമല്ല, ഈ ഭൂമിയും അതിലെ സമസ്തവും മരണത്തിലേക്ക് പോവുക എന്നുള്ളതല്ലേ ഒരു യാഥാർത്ഥ്യം. മരണം, അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അത് ജീവന്റെ മേലുള്ള വെല്ലുവിളിയാണ്. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് പുസ്തകൻ പറയാണ്, ഒടുക്കത്തെ ശത്രുവായി മരണം. ആ മരണമാണ് ശത്രു എന്ന് പറഞ്ഞു. മരണമാണ് മനുഷ്യന്റെ പ്രശ്നം എന്ന് പറഞ്ഞു. അതിന്റെ മുമ്പിലാണ് ലോകം മുഴുവൻ പരാജയപ്പെട്ടു പോകുന്നത്. അപ്പൊ രക്ഷ എന്താണ്? രക്ഷയെ ഈ മരണത്തിൽ നിന്നും ജീവങ്കിലേക്കുള്ള പ്രവേശനമാണ്. മരണത്തെ ജയിച്ച് അതിജീവിച്ച് ജീവനിലേക്ക് കടക്കാൻ കഴിഞ്ഞാൽ അതാണ് രക്ഷ. അതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന രക്ഷ. സങ്കീർത്തനം 68:20 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്ക് ഉള്ളത് തന്നെ. ഉദ്ധാരണങ്ങളുടെ ദൈവം, വിടുതലുകളുടെ ദൈവം, രക്ഷയുടെ ദൈവം എന്നാണ്. ദൈവം നമുക്ക് രക്ഷയുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്ക് തന്നെ. ബൈബിളിൽ നമ്മൾ നോക്കിയാൽ, പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും നോക്കിയാൽ പല വാക്കുകളും ഈ മരണത്തെയും രക്ഷയെയും, അല്ലെങ്കിൽ മരണത്തെയും ജീവനെയും തമ്മിൽ ചേർത്ത് താരതമ്യപ്പെടുത്തി പറഞ്ഞ് നമുക്ക് വായിക്കാം. മരണം ഒരു വശത്ത്, ജീവൻ വേറൊരു വശത്ത്. ലോകം മരണം
തരുമ്പോൾ ദൈവം ജീവൻ ഓഫർ ചെയ്യുകയാണ്. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ 19 വാക്യങ്ങളിൽ ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം ദൈവമായ യഹോവയെ സേവിക്കുകയും അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തെരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകുന്നു. ജീവൻ, മരണം, അത് തന്നെയാണ് അനുഗ്രഹവും ശാപവും. ജീവനാണ് അനുഗ്രഹം, മരണമാണ് ശാപം. ശാപം മരണമാണ്, ജീവൻ അനുഗ്രഹമാണ്. റോമാലേഖനം 5:17 വരുമ്പോൾ പുതിയ നിമിത്തം ഇങ്ങനെ പറയുന്നു, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു, റെയിൻഡ് എന്നാണ്, വാഴ്ച നടത്തുകയാണ് മനുഷ്യവർഗത്തിന്റെ മേൽ, ജീവവർഗങ്ങളുടെ മേൽ, സസ്യവർഗങ്ങളുടെ മേൽ, ഈ പ്രപഞ്ചത്തിന്റെ മേൽ തന്നെ ജീർണത, നാശം വാഴ്ച നടത്തുകയാണ്. എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. They will reign in life. ജീവനിൽ വാഴ്ച നടത്തും എന്നാണ്. മരണം ആണ് ശാപം, അതാണ് ശാപം. മരണവും ശാപവും നാശവും എല്ലാം ഒരു കാര്യം തന്നെയാണ്, നാശകരമായിരിക്കുന്ന കുഴിയാണ്. മറ്റ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ താരതമ്യം നമുക്ക് ഇങ്ങനെ വായിക്കാം. നാശവും ജീവനും തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് പറയുന്ന പല വാക്കുകളുണ്ട്. നമുക്ക് സുപ്രസിദ്ധമായിരിക്കുന്ന യോഹന്നാൻ 3:16 തന്നെ എങ്ങനെയാ പറയുന്നത്? ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, അടുത്ത വശം എന്താ? നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകിയെന്ന്. ഒരു വശത്ത് നാശം, പാപം ചെയ്ത ലോകത്തിനും മനുഷ്യവർഗത്തിനും ലോകത്തിനും സ്വാഭാവികമായി സംഭവിക്കുന്ന നാശം ഒരു വശത്തിരിക്കുമ്പോൾ, ദൈവത്തിന്റെ കൃപാദാനം എന്താണ്? നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, എന്നേക്കും ജീവിതം ആസ്വദിക്കേണ്ടതിന്. ഇനി അപ്പോസ്തലരുടെ എഴുത്തുകളിലേക്ക് വരുമ്പോൾ കൊരിന്ത്യർ ലേഖനം 1:18, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, അതിന്റെ മറുവശം രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഒരു വശത്ത് നാശം, ഒരു വശത്ത് രക്ഷ. മരണം, ജീവൻ, അനുഗ്രഹം, ശാപം, അനുഗ്രഹം. കൊരിന്ത്യർ ലേഖനം 2:15 ഇങ്ങനെ പറയുന്നു, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ആളുകളെ കണ്ടോ? ആളുകളെ വിളിക്കുന്നുണ്ടോ? രക്ഷിക്കപ്പെടുന്നവർ, ജീവനിലേക്ക് കടക്കുന്നവർ, നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന് സൗരഭ്യവാസന ആകുന്നു. ജീവൻ ആണ് ഏറ്റവും മഹത്തായ ദൈവദാനം. എന്നാൽ ആ ജീവന്റെ മേലാണ് ഏറ്റവും ഭയാനകമായിരിക്കുന്ന വെല്ലുവിളി ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അത് മരണമാണ്, അത് നിത്യമരണമാണ്, അത് നിത്യനാശമാണ്. എന്നാൽ ഈ മരണത്തെ അതിജീവിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിൽ, അവർ അതിജീവിക്കുന്ന ജീവൻ കർത്താവായ യേശുക്രിസ്തുവിൽ ലഭ്യമാണ് എന്നതാണ് രക്ഷയുടെ സുവിശേഷം. ഒരു സംസ്ഥാനം എഴുതി, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ. ഈ ജീവൻ ക്രിസ്തുവിൽ ലഭിക്കും, വേറെ എവിടെയും ലഭിക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. മരണത്തിന് ഇപ്പുറത്തേക്കുള്ള, മരണത്തിലേക്ക് മരണത്തിൽ എത്തുന്നതിന് മുമ്പുള്ള ആ ജീവിതത്തിനാണ് ജീവൻ എന്ന വാക്ക് തന്നെ. ഞാൻ ഡിക്ഷണറിയിൽ നോക്കി ജീവൻ എന്ന വാക്കിന്റെ അർത്ഥം അവർ കൊടുക്കുന്ന നിർവചനം എന്താണെന്ന്. പല നിർവചനങ്ങളിലും ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള കാലം എന്നാണ് എഴുതിയേക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു നിർവചിക്കാൻ ഒരു പോസിബിലിറ്റി പോലും ഇല്ല, ഒരു പ്രതീക്ഷയില്ല, ഒരു പ്രത്യാശയില്ല. അതിനിടയിൽ ജനനം, മരിക്കും. അതുകൊണ്ടാണ് ആളുകൾ മരണമാണ് ഏറ്റവും വലിയ സത്യം എന്നൊക്കെ പറയുന്നത്. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ആയിരിക്കുമ്പോൾ, ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ അനുഗ്രഹകരമായിരിക്കുന്ന പ്രോമിസ്, വാഗ്ദത്വം, അനുഗ്രഹ ദാനം എന്താണ്? നിത്യജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. 10:10 യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, അവർക്ക് മോഷ്ടിപ്പാനും അറുപ്പാനും കൊല്ലുവാനുമാണ് കള്ളൻ വരുന്നത്, എന്നാൽ അവർക്ക്, ആടുകൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യോഹന്നാൻ പിന്നെ എഴുതിയാണ്, ക്രിസ്തുവിന്റെ ജീവിതമൊക്കെ വിവരിച്ചതിന് ശേഷം യോഹന്നാൻ ഇങ്ങനെ എഴുതി, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ, മരണം വിട്ട്
അവർ ജീവങ്കിലേക്ക് കടക്കുകയാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ എഴുതി, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോട് സ്നേഹം പ്രത്യക്ഷമായി. നാം അവനാൽ ജീവിക്കേണ്ടതിന്, മരിക്കുന്ന മനുഷ്യന് ജീവൻ ഓഫർ ചെയ്യുകയാണ്. കർത്താവ് തന്നെ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. യഹൂദരത് കണ്ടില്ല, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. എങ്ങനെയാ ജീവൻ പ്രാപിക്കുക? യേശുവിന്റെ അടുക്കൽ വരിക. അതാണ് വിശ്വാസം. നാം മരിക്കാതിരിക്കേണ്ടതിന്, കർത്താവ് നമുക്ക് നിത്യമായ ജീവിതം നൽകേണ്ടതിന്, മരണത്തെ അതിജീവിക്കേണ്ടതിന് കർത്താവ് ചെയ്ത പ്രവൃത്തിയാണ് അവിടുത്തെ വീണ്ടെടുപ്പ് വേല. കാൽവരിയിലെ ക്രൂശിൽ അവിടുന്ന് മരിച്ചതും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് തേജസ്സോടെ ജീവിക്കുന്നതും മരണാസന്നരായ മരണവിധേയരായ മനുഷ്യർക്ക് ജീവൻ നൽകാനുള്ള ദൈവത്തിന്റെ രക്ഷാപ്രവൃത്തിയാണ്. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്നറിഞ്ഞിരിക്കുന്നു. തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചുകൊടുത്തു, എല്ലാവർക്കും വേണ്ടി. ആ ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാന ജീവൻ അത് നമ്മിൽ വ്യാപരിക്കുമ്പോഴാണ് നമ്മൾ എന്നേക്കും ജീവിക്കുന്നവരായിത്തീരുന്നത്. ഈ ലോകത്തിന്റെ ജീവൻ അതെത്ര സമൃദ്ധിയായാലും അതെത്ര വിശാലമായാലും അത് മരണത്തിലേക്ക് നീളുന്ന നശ്വരമായ ജീവനാണ്. എന്നാൽ ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ജീവൻ ഒരു നാളും അവസാനിക്കാത്ത നിത്യജീവനാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തില് 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിലാണ് ഈ ജീവൻ സാധ്യമായിട്ടുള്ളൂ. വേറെ ആരും അത് സാധ്യമാവണ്ണം വാഗ്ദാനം ചെയ്തിട്ടില്ല. വിശ്വാസം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസം ഈ ജീവങ്കിലേക്ക് നമ്മളെ കടത്തുന്ന, നമ്മളെ ജീവന്റെ അവകാശികളാക്കി തീർക്കുന്ന കാര്യമാണ്. ജീവൻ എന്ന വാക്ക് നാം പറയുമ്പോൾ നിത്യജീവൻ, ക്രിസ്തുവിലുള്ള ജീവൻ എന്ന് നമ്മൾ പറയുമ്പോൾ അത് വെറും ഒരു ലൈഫ് പ്രിൻസിപ്പിൾ അല്ല, ഒരു ജീവൻ, ഒരു ചലനം നമ്മൾ ഉണ്ടെന്നല്ല, അതൊരു ജീവിതമാണ്. സമൃദ്ധമായ ജീവിതം, സംഭവ ബഹുലമായിരിക്കുന്ന ഒരു ജീവിതം, അനുഭവങ്ങളുടെ സമ്മിശ്രണമായിരിക്കുന്ന ഒരു ജീവിതം. തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ചിന്തകളും ബന്ധങ്ങളും വാക്കുകളും സ്വഭാവശ്രേഷ്ഠതയും സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞതായിരിക്കുന്ന സമൃദ്ധമായ ഒരു ജീവിതം. പണ്ട് ഒരു ചിന്തകനുണ്ട്, ഒരു എഴുത്തുകാരനുണ്ടല്ലോ, ഓസ്കാർ വൈൽഡിന്റെ ഒരു പ്രസ്താവന ഇങ്ങനെയുണ്ട്: മോസ്റ്റ് പീപ്പിൾ the greatest reality, to live is the greatest reality. Most people only exist and that's all. ഏറ്റവും വലിയ കാര്യം ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ അനേകരും എക്സിസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവര് അസ്തിത്വം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അവർ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു. ജീവൻ എന്ന് പറഞ്ഞാല് അത് പ്രവർത്തനമാണ്, അത് ചിന്തയാണ്, അത് ബന്ധമാണ്, അത് അനുഭവങ്ങളാണ്. ആ ജീവൻ, അവസാനിക്കാത്ത ജീവൻ സമൃദ്ധമായി ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്യും എന്നാണ് ക്രിസ്തുവിന്റെ വാഗ്ദത്തം. ഒരു വശത്ത് മരണത്തിലേക്കുള്ള യാത്ര, ആ യാത്ര ചെയ്യുന്നവരെ ജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആ മാർഗം, അതാണ് ക്രിസ്തുവിന്റെ രക്ഷ. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. അത് ആ ജീവൻ നിത്യജീവനാണെന്ന് പറയുന്നുണ്ട്. നിത്യമായ ജീവൻ. എത്ര നല്ലൊരു കാര്യമാണെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ തീർന്നു പോകുന്നതാണെങ്കിൽ അത് അസ്ഥിരമല്ലേ. ഒരു നല്ല വീട് പണിതു, ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയാല് നല്ലതാണ്, പക്ഷെ അത് പോയില്ലേ. നല്ല ശരീരമുണ്ട്, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ജീർണിച്ച് തകർന്നു പോകും. നല്ല അനുഭവങ്ങളുണ്ട്, ഇല്ലാതെ ആയിത്തീരും.
തീർന്നു പോകുന്നതാണെങ്കിൽ അത് ഒരു ലക്ഷ്യമില്ലാത്തതല്ലേ? ഇപ്പൊ പുഷ്പങ്ങളെ പോലെ ഒരർത്ഥമില്ലാത്ത തീരെയല്ലേ? മരണമാണ് യാഥാർത്ഥ്യമെങ്കിൽ ജീവിതം അർത്ഥശൂന്യമാണെന്ന് പല ചിന്തകന്മാരും പറഞ്ഞിട്ടുണ്ട്. ഷേക്സ്പിയറിന്റെ ഒരു പ്രസിദ്ധമായ വാക്കുണ്ടല്ലോ, ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ്. ജീവിതം എന്ന് പറയുന്നത് ഒരു വിഡ്ഢിയാൻ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. ഒത്തിരി ഒച്ചയും ബഹളവും ഒക്കെ അതിനകത്തുണ്ട്, ഒരു കാര്യവും ഇല്ല എന്ന്. ഷേക്സ്പിയറിന്റെ ഫിലോസഫി ആയിരിക്കല്ല, ഷേക്സ്പിയറിന്റെ ഒരു കഥ, ഒരു 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 ഷേക്സ്പിയറിന്റെ കവിതയിലെ ഒരാളെ കൊണ്ട് ഷേക്സ്പിയർ പറയിപ്പിച്ചതാണ്. ജീവിതം മരണത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ ആത്യന്തികമായ എന്ത് ലക്ഷ്യമുള്ളത്? എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് പ്രത്യാശയുടെ ഒരു വാതിൽ തുറന്നിട്ട് പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ ആരെങ്കിലും തുറന്നിട്ടുണ്ട് എങ്കിൽ, സാധ്യമായ ഒരു വാതിൽ തുറന്നിട്ടുണ്ട് എങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതാണ് ക്രിസ്തീയ പ്രത്യാശ. ഈ പ്രത്യാശ സത്യത്തിൽ നിത്യമായ ജീവിതം എന്നുള്ളത് പഴയ നിയമത്തിൽ അവ്യക്തമായിരിക്കുന്ന ഒരു മർമ്മമായിരുന്നു. ശിഷ്യന്മാർക്ക് പോലും അത് ശരിക്കും മനസ്സിലായിരുന്നില്ല. കർത്താവ് പലപ്പോഴും പറഞ്ഞെങ്കിലും അവർക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അവർക്ക് മനസ്സിലായത് എപ്പോഴാണ്? അവർ ജീവനോടെ കണ്ടവനും മരിച്ചവനായി സാക്ഷ്യം പറഞ്ഞവരുമായിരിക്കുന്ന ആ ക്രിസ്തുയേശു ഉയർത്തെഴുന്നേറ്റ് അവരുടെ മുമ്പിൽ നിന്നപ്പോഴാണ്. 40 നാളോളം അവരുടെ കൂടെ നടന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവർക്ക് തെളിയിച്ചു കൊടുത്തപ്പോഴാണ് അവർക്കൊരു സത്യം മനസ്സിലായത്. ദൈവത്തിന്റെ വാഗ്ദത്വം ഈ ലോകത്തിന്റെ സമ്പൽ സമൃദ്ധികളല്ല, ദൈവരാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയാണ്. അത് ഐഹികമല്ല, അത് സ്വർഗീയമാണ്. അത് ലൗകികമല്ല, അത് ആത്മീകമാണ് എന്ന് അവർക്ക് മനസ്സിലായത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ മുമ്പിലാണ് തിരുവെഴുത്തുകളുടെ താക്കോലുകൾ തുറക്കപ്പെടുന്നത് എന്നുള്ളതാണ് സത്യം. അത് പഴയ നിയമമാണെങ്കിലും അത് പുതിയ നിയമമാണെങ്കിലും അതിന്റെ സത്യം മനസ്സിലാകണമെങ്കിൽ, ആ വാഗ്ദത്തത്തിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തുയേശു പുനരുത്ഥാനം ചെയ്ത് ജീവിക്കുന്നു എന്ന സത്യം തിരിച്ചറിയണം. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? മരണം ജീവിതത്തിന്റെ അവസാന വാക്കല്ല, അതിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട്. അതിന്റെ തെളിവ് യേശു ക്രിസ്തുവാണ്. യോഹന്നയുടെ അടയാളം എന്ന് കർത്താവ് പറഞ്ഞതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിക്കുള്ളിൽ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ കർത്താവ് മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷ്യമാണ് സുവിശേഷത്തിന്റെ സാക്ഷ്യം. അതാണ് ദൈവരാജ്യത്തിന്റെ പ്രസംഗം തന്നെ. ഐഹികമല്ലാത്ത ഒരു നിത്യരാജ്യം, നിത്യജീവൻ എന്ന് പറയുമ്പോൾ ഈ വാക്ക് പലതരത്തിൽ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. റോമാലേഖനത്തില് നിത്യജീവൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ അനേകവട്ടം. അതുപോലെ രക്ഷയെ പറ്റി എബ്രായലേഖനക്കാരൻ പറയുമ്പോൾ നിത്യരക്ഷ എന്നാണ്, എന്നേക്കുമുള്ള രക്ഷ. രാജ്യത്തെ പറ്റി പത്രോസ് പറയുമ്പോൾ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ ശ്രമിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഈ രാജ്യം നിത്യരാജ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16:9 കർത്താവ് പറഞ്ഞു, അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും, നിത്യമായ വാസസ്ഥലങ്ങൾ. ഗുരുദിനത്തിൽ പറഞ്ഞു, നുടിനേരത്തേക്കുള്ള ഞങ്ങളുടെ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം. അതെ, ക്രിസ്തുയേശുവിന്റെ രക്ഷ നിത്യ തേജസ്സോടുകൂടെ വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് നിത്യ തേജസ്, നിത്യമായ രക്ഷ, നിത്യമായ വാസസ്ഥലം, നിത്യമായ സമാധാനം, നിത്യമായ ശാന്തി, നിത്യമായ ജീവിതം. അതാണ് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത്. നിത്യമായ ജീവിതം. അത് വെറും ഒരു ജീവൻ മാത്രമല്ല, അത് ജീവിതമാണ്. സമൃദ്ധിയായ ജീവിതം, സമ്പന്നമായ ജീവിതം, ഐശ്വര്യമുള്ളതായിരിക്കുന്ന ജീവിതം. ജീവിതത്തെ ഐശ്വര്യമുള്ളതാക്കി തീർക്കുന്ന എന്താ? അത് നിത്യമായ അനുഭവമായിട്ട് തീരും. അത് നന്മയാണ്, അത് സ്നേഹമാണ്, അത് സമാധാനമാണ്, അത് നീതിയാണ്, അത് സന്തോഷമാണ്. അതല്ലേ ദൈവരാജ്യം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും സമൃദ്ധിയായി എന്നേക്കും. ആ പൂർണ്ണതയാണ് കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആ രക്ഷയിലേക്കാണ് നമുക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്താണ് രക്ഷ? ക്രിസ്തുവിൽ വിശ്വസിച്ചാശ്രയിക്കുന്നവർക്ക് ദൈവം നൽകുന്ന അവസാനമില്ലാത്ത ആ പുതുജീവിതം. അത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്, ദൈവശക്തിയാലുള്ള ജീവിതമാണ്. പത്രോസ് അപ്പോസ്തലൻ എഴുതിയതുപോലെ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. ഇന്നത് പൂർണ്ണമായി വെളിപ്പെട്ടിട്ടില്ല, അത് അന്ത്യകാലത്ത് വെളിപ്പെടും. ക്രിസ്തു വെളിപ്പെടുമ്പോൾ ആ രക്ഷയുടെ തേജസ്സും മഹത്വവും വെളിപ്പെടും. ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവശക്തിയാൽ നാം കാക്കപ്പെടുന്നത്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണത്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഒന്നുമില്ലാത്തതാണ്. ആ അവകാശത്തിലേക്കാണ് നാം ഇന്ന് ജനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു.
ആ ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് ഇന്ന് ജീവിക്കുന്ന, ക്രിസ്തു തന്റെ മനുഷ്യത്വത്തിൽ പുനരുത്ഥാനം ചെയ്ത് ഇന്ന് ജീവിക്കുന്ന ആ ജീവന്റെ സമൃദ്ധിയിലേക്കാണ് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ജനിച്ചിരിക്കുന്നത്, പ്രവേശിച്ചിരിക്കുന്നത്. അതായത് ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പുനരുത്ഥാന ജീവിതത്തിന്റെ സകല അനുഗ്രഹങ്ങളും എനിക്ക് ദൈവം തന്നിരിക്കുന്നു എന്നാണ്. പുതുജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും അവകാശി. എഫേസ്യർ പറഞ്ഞതുപോലെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. അതിൽ ദൈവബന്ധമുണ്ട്, ദൈവപരിജ്ഞാനമുണ്ട്, വിശുദ്ധിയുണ്ട്, സൽപ്രവൃത്തിയുണ്ട്, സൽസ്വഭാവങ്ങളുണ്ട്, സ്നേഹമുണ്ട്, ദൈവിക കൂട്ടായ്മയുണ്ട്, പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയുണ്ട്, തമ്മിലുള്ള കൂട്ടായ്മയുണ്ട്. അതാണ് രക്ഷ. ആ രക്ഷയിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ക്രിസ്തു, ആ രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജീവിതം എനിക്കുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ആ ജീവിതത്തിന്റെ സവിശേഷതകളെല്ലാം ആണ് ഈ ആത്മീയ അനുഗ്രഹങ്ങൾ. അതാണ് വീണ്ടും ജന്മത്തിൽ എന്നിലും നിങ്ങളിലും ആരംഭം കുറിച്ചിരിക്കുന്നത്. അതിനാണ് ആ വാക്ക് തന്നെ ഉപയോഗിച്ചത്, ജനിച്ചിരിക്കുന്നു. എന്നിട്ട് അപ്പോസ്തലൻ പത്രോസ് പറയാണ്, ആ രക്ഷയ്ക്കായി വളരുവാൻ, ആ രക്ഷയിലുള്ളൊരു വളർച്ച, ആ രക്ഷയുടെ പൂർത്തീകരണം, അതാണ് നമ്മുടെ തേജസ്കരണത്തിന്റെ മഹനീയമായിരിക്കുന്ന ദിവസം. എത്ര വലിയൊരു രക്ഷയാണ് ദൈവം! ഇത്ര വലിയൊരു രക്ഷ തരണമെങ്കിൽ അത്ര വലിയൊരു ചെലവ് അതിനുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് ദൗത്യം. അവന്റെ മനുഷ്യാവതാരം, അവിടുത്തെ ക്രൂശിലെ മരണം, അവിടുത്തെ പുനരുത്ഥാനം, അവിടുത്തെ സ്വർഗാരോഹണം, അവിടുത്തെ പിതാവിന്റെ സന്നിധിയിൽ അവിടുത്തെ മധ്യസ്ഥ ശുശ്രൂഷ, അവിടുത്തെ തേജസ്സോടെയുള്ള രണ്ടാം വരവ്, വീണ്ടും വരവ്. അതാണ് കർത്താവിന്റെ രക്ഷന്റെ പ്രവൃത്തി. ക്രൂശ് മാത്രമല്ല, ആ രക്ഷന്റെ പ്രവൃത്തിയാലാണ് നമ്മൾ ജീവൻ ഉള്ളവരായിട്ട് തീർന്നിരിക്കുന്നത്. കുലസ്ത്രീ പറഞ്ഞ പോലെ നമ്മുടെ ജീവനായ ക്രിസ്തു, ശരീരത്തിന്റെ ജീവൻ എവിടെയാ? ഒരു ലൈഫ് പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ, ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് ജീവിക്കുന്നല്ല, ആ ആത്മീയ ലോകത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നതായിരിക്കുന്ന ആ നിത്യരാജ്യത്തിലുള്ള നമ്മുടെ ശാശ്വത ജീവിതത്തിന്റെ പ്രമാണം എന്താ? ക്രിസ്തു. ക്രിസ്തുവിൽ അവനാണ് ജീവൻ. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ ജീവിക്കുന്നതോ ഞാനല്ല, ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറഞ്ഞ അതാണ്. ആ ക്രിസ്തുവാണ് നമ്മുടെ രക്ഷ. അവൻ വന്നപ്പോൾ ആ സ്വർഗത്തിന്റെ, സ്വർഗീയ ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ മുഴുവനുമായിട്ടാണ് കർത്താവ് വന്നിരിക്കുന്നത്. അതിന്റെ അനുഭവ തലത്തിലാണ് പുരോഗതിയുള്ളത്. അതാണ് നമ്മുടെ വിശുദ്ധീകരണം. അതാണ് നമുക്ക് വേണ്ടി, അതിന്റെ പൂർണ്ണതയാണ് നമ്മളെ കാത്തിരിക്കുന്നതായിരിക്കുന്ന തേജസ്കരണം, രക്ഷാപൂർണത. 3 പ്രയോഗ കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഒരു അപകട വാക്യം കർത്താവ് പറയുന്നുണ്ട്. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ, അതായത് നാം അതിനെ അവഗണിച്ചാൽ എങ്ങനെ തെറ്റിയൊഴിയും? എന്തിൽ നിന്ന് തെറ്റിയൊഴിയും? സകല ജഡത്തിന്മേൽ വരുവാനുള്ള മരണമെന്ന, നിത്യമരണമെന്ന, നിത്യനാശമെന്ന ആ സ്വാഭാവിക പരിണിതിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും ഈ രക്ഷാമാർഗത്തെ അവഗണിച്ചാൽ? രണ്ടാമത്തെ ഒരു ആശ്വാസത്തിന്റെ വാക്കാണ്. എബ്രായ ലേഖനം 10:9 ഇങ്ങനെ പറഞ്ഞു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. എത്ര അനുഗ്രഹമാണ്! ഒരാഹ്വാനം കൂടി ദൈവം നൽകുന്നുണ്ട്. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്, എബ്രായ ലേഖനം 12:28 വായിക്കുന്നു, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഇത്ര വലിയ രക്ഷ ഒരുക്കിയ നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ചുള്ള മഹത്വകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് വീണ്ടും ലഭിച്ചത്. എത്ര ആഴത്തിലാണ് അതിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക എന്ന് നമ്മൾ ശ്രദ്ധിച്ചു. ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, സ്വർഗത്തെക്കുറിച്ചുള്ള ഉറപ്പ് എന്ന പ്രാഥമികമായ അറിവിനപ്പുറം, അത് മരണത്തിന് അപ്പുറത്തേക്ക് ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന നിത്യജീവനാണ്, പുതുജീവിതമാണ് എന്ന് നമ്മൾ കേട്ടു. എത്ര ആസ്വാദികരമായിട്ടുള്ള അനുഭവമാണ് അത്! ആ നിത്യജീവന്റെ, ആ പുതുജീവിതത്തിന്റെ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമ്പോൾ
നമുക്ക് കൈവരുന്ന ആശ്വാസവും സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും ഒക്കെ എത്ര വലുതാണ് എന്നാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് കൂടി നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അത് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റും. സമൃദ്ധിയായ ജീവനിലേക്ക്, ജീവിതത്തിലേക്ക് അത് നമ്മെ നയിക്കും എന്ന് നമുക്ക് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വലിയ രക്ഷയിലേക്ക് നമ്മയും ചേർക്കുവാനായിട്ട് കർത്താവിന് മനസ്സായി എന്നോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എത്ര സ്തുതിച്ചാലാണ് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക.